ഓക്കെ. ഈ കോഡ് എന്ന് പറയുന്നത് ലീനിയർ റിഗ്രഷന് വേണ്ടിയിട്ടുള്ളൊരു കോഡാണ്. അപ്പം ഇവിടെ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ ആദ്യം പാക്കേജസിനെ ഇൻസ്റ്റാൾ ചെയ്യും. ഫസ്റ്റ് എന്ന് പറയുന്നത് ഇമ്പോർട്ട് പാൻഡാസ് എസ്പിഡി. അതായത് പാൻഡാസ് എന്ന് പറയുന്ന ലൈബ്രറി നമ്മൾ യൂസ് ചെയ്യുന്നത് ഡാറ്റ മാനിപ്പുലേഷൻസ് നടത്താൻ വേണ്ടിയിട്ടാണ്. അപ്പം ഇമ്പോർട്ട് പാൻഡാസ് എസ്പിഡി എന്ന് പറഞ്ഞാൽ ഈ പാൻഡാസിനെ നമ്മൾ പി ഡി എന്ന് വിളിക്കുകയാണ്. സോ ഇനി നമുക്ക് എവിടെയൊക്കെ പാൻഡാസ് യൂസ് ചെയ്യണം അവിടെയെല്ലാം നമ്മൾ പി ഡി വെച്ചിട്ട് വിളിച്ചാൽ മതി. താഴോട്ട് പറയുമ്പോൾ മനസ്സിലാവും. അതുപോലെ തന്നെയാണ് നംപൈ. നംപൈ എന്ന് പറയുന്നത് ന്യൂമറിക്കൽ ഓപ്പറേഷൻസിന് വേണ്ടിയിട്ടുള്ളൊരു പാക്കേജാണ്. സോ അതിനെ നമ്മൾ എൻ പി എന്ന പേരിൽ നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്നു. പിന്നെ നമ്മൾ ലീനിയർ റിഗ്രഷൻ ഓൾറെഡി സ്കൈകിറ്റ് ലേണിൽ അത് ഡിഫൈൻഡ് ആണ് ലീനിയർ റിഗ്രഷൻ. സോ അതിനെ നമുക്ക് ജസ്റ്റ് ഒന്ന് ഇമ്പോർട്ട് ചെയ്താൽ മതി. പിന്നെ നമുക്ക് വേണ്ടുന്ന മോഡൽ ഇവാലുവേഷൻ, അതായത് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന മോഡൽ ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ മെട്രിക്സ് ഫോമൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു. സോ അതിനെ നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്നു. അതോടൊപ്പം തന്നെ മീൻ സ്ക്വയറും R2 സ്ക്വയറും. മീൻ സ്ക്വയർ ഓൾറെഡി നിങ്ങൾക്കറിയാം, നമ്മൾ പ്രെഡിക്റ്റ് ചെയ്ത വാല്യൂ ആക്ച്വൽ വാല്യൂ തമ്മിലുള്ള ഡിഫറൻസ് ആയിരിക്കും മീൻ സ്ക്വയർ തരുന്നത്. ആർ സ്ക്വയർ എന്ന് പറയുന്നത് വാല്യൂ, അതിൻ്റെ വാല്യൂ R² ആണ്. R2 എന്നാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. പക്ഷെ നമ്മൾ റീഡ് ചെയ്യുന്ന R² എന്നാണ്. ആ വാല്യൂ എന്ന് വെച്ചാൽ എത്രമാത്രം നമ്മൾ ക്രിയേറ്റ് ചെയ്ത മോഡൽ ഫിറ്റ് ആകുന്നുണ്ട്, അതായത് ആക്ച്വൽ ഡേറ്റ ആയിട്ടുള്ള ഫിറ്റിങ്സ് എങ്ങനെയുണ്ട് എന്നുള്ളത് നമുക്ക് R² നിന്നും കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. പിന്നെയുള്ളത് മാറ്റ്പ്ലോട്ലിബ് ആണ്. അത് നമുക്ക് ഗ്രാഫ് വരയ്ക്കാൻ വേണ്ടി, പ്ലോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത് മാറ്റ്പ്ലോട്ലിബ് ആണ്. ഇപ്പം ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ പറഞ്ഞായിരുന്നു നമ്മൾ ഡേറ്റനെ ട്രെയിൻ ചെയ്യുക ചെയ്യുന്നത് അല്ലേ. അപ്പം നമുക്കൊരു ഡാറ്റ സെറ്റ് വേണം. അപ്പം ഞാനത് ലാബിൽ വരുമ്പോൾ ട്രെയിനിങ് ഡേറ്റ ഞാനതെല്ലാ സിസ്റ്റത്തിലും ഞാൻ കൊടുത്തേക്കാം. training.csv എന്ന് പറയുന്നൊരു ഡേറ്റ ഫയൽ, എക്സും വൈ വാല്യൂസും ഒക്കെ ആക്കി ലീനിയർ റിഗ്രഷൻ ആണ്. സോ ഒരു ഡിപ്പെൻഡൻറ്റും ഒരു ഇൻഡിപെൻഡൻറ്റ് വേരിയബിളേ കാണുള്ളൂ. അപ്പോൾ ആ ഒരു ട്രെയിനിങ് ഡേറ്റ സെറ്റിനെ നമ്മൾ റീഡ് ചെയ്യുവാണ്. അതായിരിക്കും നമ്മുടെ ഡേറ്റ എന്ന് പറയുന്നത്. സോ ഡേറ്റ മാനിപ്പുലേഷന് വേണ്ടിയിട്ടുള്ള ഡേറ്റയാണ് നമ്മൾ റീഡ് ചെയ്തെടുക്കുന്നത്. അവിടെ നമ്മൾ പാൻഡാസ് വെച്ച് റീഡ് ചെയ്തെടുക്കുന്നു. എന്നിട്ട് അതിനകത്ത് കോളംസിനെ പ്രിന്റ് ചെയ്യിക്കുന്നു. ദെൻ നെക്സ്റ്റ് ലൈൻ നോക്കുക, എക്സ് ഇസ് ഈക്വൽ ടു ഡേറ്റ എക്സ് ഡോട്ട് വാല്യൂസ് ഡോട്ട് റീഷേപ്പ് -1 1. ഇവിടെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ എക്സ് വാല്യൂസ്, അതായത് നമ്മുടെ കൊടുത്ത ഡേറ്റയ്ക്കകത്തുനിന്നും എക്സും വൈയും വാല്യൂസ് കൊടുത്തിട്ടുണ്ട്. അതിൽ എക്സ് വാല്യൂസിന് എക്സ് എന്ന് പറയുന്ന വേരിയബിളിലേക്കും വൈയിലെ വാല്യൂസിന് വൈ എന്ന് പറയുന്ന വേരിയബിളിലേക്കും നമ്മൾ എടുക്കുകയാണ് ചെയ്യുന്നത്. അതിനാണ് ഡേറ്റ ഡോട്ട് വാല്യൂസ് ഡേറ്റ വൈ ഡോട്ട് വാല്യൂസ് എന്ന് കൊടുക്കുന്നത്. പക്ഷെ അവിടെ ഒരു ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ടുണ്ട്, റീഷേപ്പ് -1 1. ഇത് ചെയ്യുന്നതിനകത്തിനാന്ന് വെച്ചാൽ നമ്മൾ -1 എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്കിപ്പോൾ എത്ര റോസ് ഉണ്ടെന്ന് അറിയത്തില്ല. -1 കൊടുക്കുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഇത് ഡിറ്റക്ട് ചെയ്തെടുത്തോളും. പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ 1 എന്ന് കൊടുത്തിരിക്കും. കാര്യം നമുക്ക് ഒരു ഇൻഡിപെൻഡന്റ് വാല്യൂ ഉള്ളൂ. സോ ആ ഒരു നമ്പർ, ഒരു കോളം വാല്യൂ മാത്രമേ നമുക്ക് അവിടെ എടുക്കാനുള്ളൂ. അതുകൊണ്ട് എക്സിലേക്ക് ആ ഒരു കോളം വാല്യൂവേ വരുള്ളൂ. ഇത് കാണിക്കാനായിട്ടാണ് റീഷേപ്പ് ഓഫ് -1 1 എന്ന് പറഞ്ഞ് നമ്മൾ കൊടുത്തേക്കുന്നത്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ എത്ര റോ ഉണ്ടെന്ന് കണ്ടുപിടിക്കാനായിട്ട് -1ഉം മറ്റേത് എത്ര കോളമാണ് നമുക്കുള്ളതെന്നുള്ളത്, ഒറ്റ കോളം ഉള്ളതുകൊണ്ട് 1. അതുപോലെ തന്നെ വൈ വാല്യൂസിനെയും റീഡ് ചെയ്തെടുക്കുന്നു. അവിടെ നമുക്ക് റീഷേപ്പും കാര്യങ്ങളും ആവശ്യമില്ല. വൈ എന്ന് പറയുന്നത് എക്സിൽ നിന്നും കിട്ടുന്ന വാല്യൂസ് നമുക്ക് വൈ ജസ്റ്റ് കൊടുത്താൽ മതി. ജസ്റ്റ് വൈ ആയിട്ട് മാത്രം കൊടുത്താൽ കാര്യം ഔട്ട്പുട്ട് എപ്പോഴും എന്തിലേ കാണുള്ളൂ, ഒറ്റ ഡയമെൻഷനിലേ കാണുള്ളൂ. കാര്യം ഒരു ഡിപ്പെൻഡൻ്റ് ഉണ്ടാവുള്ളൂ. ഇനി നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ വൈക്കകത്ത് ചിലപ്പം വേണമെങ്കിൽ നൾ വാല്യൂസ് കയറി വരാൻ ചാൻസ് ഉണ്ട്. സോ ആ നൾ വാല്യൂസിനെല്ലാം റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഡ്രോപ്പ് NA എന്ന് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഡ്രോപ്പ് NA സബ്സെറ്റ് ഓഫ് വൈ അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ വൈക്കകത്ത് NA ഉള്ള സബ്സെറ്റ്, അതായത് NA ഉള്ള വാല്യൂസിനെ എല്ലാം ആര് റിമൂവ് ചെയ്യും? ഈ ഫംഗ്ഷൻ ഡ്രോപ്പ് NA റിമൂവ് ചെയ്യും. NA എന്ന് പറഞ്ഞാൽ നോട്ട് എ നമ്പറിലെ നൾ വാല്യൂസിനെയാണ് നമ്മൾ റിമൂവ് ചെയ്യുന്നത്. അപ്പം ഡേറ്റ എന്ന് കൊടുത്തിരിക്കുന്നത് ഈ ഡേറ്റ ഫ്രെയിമിലെ വാല്യൂസിനെയാണ്. എന്നിട്ട് നമ്മൾ ഡേറ്റ ക്ലീൻ ചെയ്തു എന്നും പറഞ്ഞുകൊണ്ട് പുതിയൊരു വേരിയബിളിനെ ക്രിയേറ്റ് ചെയ്യുന്നു, അതിലേക്ക് സ്റ്റോർ ചെയ്യുന്നു. എന്നിട്ട് ഈ സെയിം പ്രോസസ്സ് തന്നെ, മോളിൽ പറഞ്ഞ സെയിം പ്രോസസ്സ് തന്നെ
നമ്മൾ വീണ്ടും എക്സിലേക്കും വൈയിലേക്കും കൊടുക്കുക. അപ്പോൾ ഇവിടെ റീഷേപ്പ് കൊടുക്കാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഓൾറെഡി ആ ഡേറ്റാനെ എടുത്തിരിക്കുന്നത് എന്ത് വെച്ചിട്ടാണ്? പാൻഡാസ് വെച്ചിട്ടാണ് റീഡ് ചെയ്തിരിക്കുന്നത്. പക്ഷേ പാൻഡാസ് എന്ന് പറയുന്നത് ഡേറ്റ മാനിപ്പുലേഷന് വേണ്ടിയിട്ടാണ്. നമുക്ക് എന്ത് ചെയ്യണം? മോഡലിൽ ഇവാലുവേഷനും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതുകൊണ്ട് നമുക്ക് അതിനെ നമ്പൈയിലേക്ക് മാറ്റണം. ന്യൂമറിക്കൽ ഓപ്പറേഷൻസ് ഒക്കെ നമുക്ക് പെർഫോം ചെയ്യേണ്ടതുകൊണ്ട് നമ്പൈയിലേക്ക് മാറ്റണം. അതിനാണ് റീഷേപ്പ് എന്ന് പറയുന്ന ഫംഗ്ഷൻ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇനിയുള്ളതെന്ന് വെച്ചാൽ അടുത്ത ലൈനിൽ പറയുന്ന വൈ ഫീൽഡ്, അതായത് വൈ ഫീൽഡ് നമ്മളിവിടെ എൻ പി നമ്പയുടെ വാല്യൂനെ നമ്മൾ കോൾ ചെയ്തേക്കാണ് എൻ പി ഡോട്ട് എൻ എ എൻ ടു നം, അതായത് നോട്ട് എ നമ്പർ. ഇങ്ങനെയുള്ള വാല്യൂസ് നമ്മുടെ ഇതിനകത്ത് വേണേൽ നമ്പർ അല്ലാതെ വേറെ എന്തെങ്കിലും വേരിയബിൾ വാല്യൂസ് കയറി വരാം. സോ നമ്മൾ വൈക്കകത്ത് കണ്ടോ, വൈ എൻ പി ഡോട്ട് എൻ എ എം ടു നം, വൈക്കകത്ത് നോട്ട് എ നമ്പർ അല്ലാത്തവരുടെയൊക്കെ വാല്യൂസിനെ എന്ത് വെച്ച് റീപ്ലേസ് ചെയ്യുന്നു? എൻ പി ഡോട്ട് എൻ എ മീ, അതായത് നമ്മൾ ഈ വൈക്കകത്ത് നോട്ട് എ നമ്പർ അല്ലാത്തവരുടെ മീൻ എടുക്കുന്നുണ്ട്. അതാണ് വാല്യൂസ്. അതായത് വാല്യൂസിന്റെ മീൻസിനെ എടുത്തിട്ട് ഓക്കെ. അപ്പം വൈ ഫീൽഡിനകത്ത് ചെയ്യുന്നത്രേ ഉള്ളൂ. ശരിക്കും സ്റ്റെപ്പ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, നമ്പർ അല്ലാത്ത വാല്യൂസ് വരുവാണെന്നുണ്ടെങ്കിൽ അതിന് മീൻ വെച്ച് വൈയുടെ മീൻ വെച്ച് റീപ്ലേസ് ചെയ്യാം. ഇപ്പം ആ ഒരു 2 ലൈൻ ചെയ്തില്ലെങ്കിലും ഈ കോഡ് പ്രോപ്പറായിട്ട് തന്നെ വർക്ക് ചെയ്യും. സോ അത് ഓപ്ഷണലാണ്. കാര്യം ആ ഒരു സെയിം പ്രോസസ് നമ്മൾ മോഡലിൽ തന്നെ ചെയ്യുന്നുണ്ട്. നൾ വാല്യൂസിന് നമ്മൾ ഓൾറെഡി ഡ്രോപ്പ് ചെയ്ത് ഡാറ്റ ക്ലീൻ ചെയ്തെടുക്കുന്നതുകൊണ്ട് ഈ വൈ ഫീൽഡും ആ ഒരു സ്റ്റെപ്പ് വേണമെന്ന് നിർബന്ധമില്ല. ജസ്റ്റ് ഒരു മനസ്സിലാക്കാൻ വേണ്ടി കൊടുത്തതേ ഉള്ളൂ. ഇനി അടുത്തത് നമ്മൾ മോഡൽ ലീനിയർ റിഗ്രഷൻ മോഡൽ എന്ന് പറയുന്ന വേരിയബിളിലേക്ക് ലീനിയർ റിഗ്രഷൻ മോഡലിനെ അസൈൻ ചെയ്യുന്നു. എന്നിട്ട് ആ മോഡൽ വെച്ചിട്ട് നമ്മൾ എക്സും വൈ വാല്യൂസിനെ ആ മോഡലിലേക്ക് ഫിറ്റ് ചെയ്യാൻ പോവാണ്. അതായത് ആ മോഡലിലേക്ക് അസൈൻ ചെയ്യാൻ പോവാണ്. എന്നിട്ട് ഇവിടെ ചെയ്യുന്നത് വൈ പ്രഡിക്ഷൻ ഇസ് ഈക്വൽ ടു മോഡൽ ഡോട്ട് പ്രഡിക്റ്റ് ഓഫ് എക്സ്, അതായത് എക്സ് വാല്യൂസിനെ നമ്മൾ പ്രഡിക്ഷൻ മോഡലിലേക്ക് വെച്ച് നമ്മൾ പ്രഡിക്റ്റ് ചെയ്യാൻ പോകണം. സോ പ്രഡിക്റ്റ് ഫംഗ്ഷനകത്തോട്ട് നമ്മുടെ ഇൻഡിപെൻഡന്റ് വേരിയബിൾ എക്സ് ആണ്. സോ അതിനെ പാസ് ചെയ്ത് കൊടുക്കുന്നു. എന്നിട്ട് കറസ്പോണ്ടിങ് വൈ വാല്യൂസ് ക്രിയേറ്റ് ചെയ്യുന്നു. ദെൻ നമ്മൾ അതിനകത്ത് മീൻ സ്ക്വയർ എറർ കാൽക്കുലേറ്റ് ചെയ്യുന്നു. അതിനുള്ള ഫംഗ്ഷനാണ് മീൻ സ്ക്വയർ എറർ വൈ വൈ പ്രഡിക്ഷൻ. നമ്മൾ ഒറിജിനൽ വാല്യൂ ആണ് വൈ, ആക്ച്വൽ വാല്യൂ വൈ അണ്ടർസ്കോർ പി ആർ ഇ ഡി എന്നും പറഞ്ഞു കൊടുത്തിരിക്കുന്നു നമ്മൾ പ്രൊഡിക്റ്റ് ചെയ്ത വാല്യൂ. സോ ഇതിൻ്റെ രണ്ടിൻ്റെ മീൻ സ്ക്വയർ എടുത്ത് എം എസ് സിയിലേക്ക് കൊടുക്കുന്നു. അതുപോലെ തന്നെ ആർ സ്ക്വയർ ഇതിൻ്റെ രണ്ടിൻ്റെ വാല്യൂസ്, അതായത് മോഡൽ എത്ര മാത്രം ഫിറ്റ് ചെയ്യുന്നത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് ആർ സ്ക്വയർ ചെയ്യുന്നത്. ഇനി ബാക്കിയെല്ലാം പ്ലോട്ട് ചെയ്യാനുള്ള ഫങ്ഷൻസ് ആണ്. അതേപോലെ ബൈഹാർട്ട് തന്നെ ചെയ്യാം. കാര്യം അതെല്ലാം ഫങ്ഷൻസ് ആണ്. പ്ലോട്ട് ഡോട്ട് സ്കാറ്റർ പ്ലോട്ട് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പ്ലോട്ട് ഉണ്ട്, ബാർ പ്ലോട്ട് ഉണ്ട്, ഹിസ്റ്റോഗ്രാം ഉണ്ട്. ഇവിടെ നമ്മൾ സ്കാറ്റർ പ്ലോട്ട്, നമുക്ക് ആ ഗ്രാഫ് കാണുമ്പോൾ പറയാം നമ്മുടെ പോയിന്റ്സ് സ്കാറ്റർ ചെയ്താണ് പോയിന്റ്സിനെ കൊടുത്തേക്കുന്നത്. സോ പ്ലോട്ട് ഡോട്ട് സ്കാറ്റർ, ഏതൊക്കെയാണ് എക്സ് ആക്സിസ്, നമ്മുടെ 2 ആക്സിസ് കൊടുക്കുക. എന്നിട്ട് ലേബൽ ഇസ് ഈക്വൽ ടു ഡേറ്റ എന്ന് കൊടുത്തിരിക്കുന്നത് നോക്കിയാൽ മതി. ആ ഒരു അതായത് ഓരോ ലേബൽ നമ്മൾ കൊടുക്കുക. ആ സ്കാറ്റർ പ്ലോട്ടിൽ പ്ലോട്ട് ചെയ്യുന്നതിന് നമ്മൾ ഡേറ്റ എന്നാണ് വിളിക്കുന്നത്. സോ ആ ഡേറ്റ അത് ആ ഗ്രാഫിൽ അതിനകത്ത് കൊടുത്തിട്ടുണ്ട് ഡേറ്റ എന്നുള്ളത്. സോ ആ ലേബൽ ഡേറ്റ ആയിട്ട് കൊടുക്കുന്നു. ദെൻ നമ്മൾ അപ്പം നമ്മുടെ ഓരോ വാല്യൂസ് നമ്മൾ പ്ലോട്ട് ചെയ്തു. എക്സ് വൈ ആക്സിസിലായിട്ട് നമ്മൾ പ്ലോട്ട് ചെയ്യുന്നു. ഇനി പ്ലോട്ട് എക്സ് വൈ പ്രഡിക്ഷൻ കളർ ഇസ് ഈക്വൽ ടു റെഡ്, അതായത് നമ്മൾ റിഗ്രഷൻ അപ്ലൈ ചെയ്യുന്നു. ആ റെഡ് ലൈൻ വരുന്നത് അതാണ്. ആ റെഡ് ലൈൻ വരുന്നത് പ്ലോട്ട് ചെയ്യുവാണ് ചെയ്യുന്നത്, റിഗ്രഷൻ ലൈൻ അപ്ലൈ ചെയ്തിട്ട്. ദെൻ എക്സ് ആക്സിസിന് നമ്മൾ എക്സ് എന്ന പേരിട്ടും വൈ ആക്സിസിന് വൈ എന്ന പേരുമാണ് കൊടുത്തേക്കുന്നത്. അതാണ് അവിടെ കൊടുത്തേക്കുന്നത്. ആക്സിസുകളുടെ പേര് എക്സ് ലേബൽ, വൈ ലേബൽ. ഇനി ആ ഗ്രാഫിന് ടൈറ്റിൽ കൊടുത്തിരിക്കുന്നത് സിംഗിൾ ലീനിയർ റിഗ്രഷൻ, പിന്നെ പ്ലോട്ട് ലെജൻഡ്, അതായത് ഈ ഒരു പോർഷൻ കണ്ടോ, ഡേറ്റ റിഗ്രഷൻ ലൈൻ കൊടുത്തിരിക്കുന്നത്. ഇവരാണ് പ്ലോട്ട് ലെജൻഡ് എന്നാണ് അവരെ വിളിക്കുന്നത്. ഇങ്ങനെ നമ്മുടെ ആ ഓരോ എന്താണ് ആ ഡോട്ട് എന്താണ് ആ റെഡ് ലൈൻ എന്താണെന്നൊക്കെ ഉള്ളത് നമ്മൾ ഗ്രാഫിൽ തന്നെ കൊടുക്കുന്നതിന് ലെജൻഡ് എന്നാണ് വിളിക്കുന്നത്. എന്നിട്ട് ഇതിന് ഡിസ്പ്ലേ ചെയ്യിക്കാൻ പ്ലോട്ട് ഡോട്ട് ഷോ
അതിനോടൊപ്പം തന്നെ മീൻ സ്ക്വയർ അപ്പം ആർ സ്ക്വയർ വാല്യൂ നമ്മൾ പ്രിന്റ് ചെയ്യിക്കുന്നു. അത് താഴെ പ്രിന്റ് ചെയ്യിച്ചിട്ടുണ്ട്.